ഞാൻ തുടങ്ങട്ടെ. കിറ്റ് കൊടുത്ത് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയ സൂക്കട. അയ്യോ അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഈയൊക്കെ ഒരു മാനസിക നില തെറ്റിയിട്ടുണ്ടായി ഈ പിണറായിക്ക്. ഞാൻ പറയും മാനസിക രോഗിയാണ് അയാളെന്ന് ഞാൻ ഉറച്ചു പറയുന്നു, പച്ചയ്ക്ക് പറയാൻ വെറുക്കപ്പെട്ടവനെ നീ ചീറ്റയുള്ളൂ, കൊത്തത്തില്ല, പല്ല് പോയില്ലേ. കാരണം നിങ്ങളുടെ പ്രശ്നം മാത്രമല്ല, ഇപ്പോഴത്തെ പ്രശ്നം മാത്രമല്ല, എനിക്ക് അനുഭവം ഉണ്ട് ഒത്തിരി, അതുകൊണ്ട് തന്നെ പറയുന്നു. നീ ആരോടാ കളിക്കുന്നറിയാവോ? മന്ത്രിയോടാ. ആണോ? ഇവര് ഈ മിണ്ടിയാൽ ഉടനെ കേസെടുത്ത് മനുഷ്യനെ പേടിപ്പിക്കാമെന്ന് നോക്കും. പറഞ്ഞാൽ ഉടനെ തന്നെ പോലീസെ പിടിപ്പിക്കാൻ നിങ്ങൾ ആരാ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഈടാ ദൈവം തമ്പരം വല്ലതാണോ പിണറായി വിജയൻ? തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. അതൊക്കെ ആരാ അധികാരം കൊടുത്ത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്? മിണ്ടുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുക, കേസെടുക്കുക. ഇവിടെ തന്നെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാം? മൂട്ടിലും മുളക് തേച്ച് മുക്കാലി കെട്ടി ചാട്ടവാറിനടിച്ച് കൊനിച്ചു നിർത്തി കൂമ്പിനടിച്ച് ചവിട്ടിക്കൂട്ടി റോട്ടിലെ കുഴിയിലിട്ട് മൂടണം. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് അത് പുറത്തു വന്നപ്പോ എന്തൊരു വലിയ കാരണമായിരുന്നു. ഇനി ഒരു അക്ഷരം വാ തുറന്ന് പറഞ്ഞ നീ പറഞ്ഞതൊക്കെ പോലീസുകാർ ചെയ്തു തരും ഫ്രീ ആയിട്ട്. എന്തൊരു പൊളിച്ചതറിയാടോ. സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞാൽ എത്ര പ്രാവശ്യം സ്വർണ്ണം കള്ളക്കടത്തി? അത് മാത്രം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ആ സ്വപ്ന സുരേഷ് നാട് കടത്തിയില്ലേ? അവരെ കൊല ചെയ്യാനുള്ള നീക്കം നടത്തിക്കൊണ്ടല്ലേ അവരിപ്പോ കേരളത്തിൽ വിട്ട് ബാംഗ്ലൂർ പോയി താമസിക്കുന്നത്. അത് മാത്രമാണോ? പിണറായി വിജയൻ ഇവിടുന്ന് എന്തിനാണ് ഡോളറും കൊണ്ട് അറബ് രാജ്യത്തേക്ക് വന്നേ? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു കൊള്ള സംഘം എന്ന നിലയിൽ തന്നെ പറയാവുന്നൊരു ഭരണം കഴിഞ്ഞ 2.5 വർഷമായി കേരളം അനുഭവിച്ചോണ്ടിരിക്കുക. ഇതുപോലൊരു നാറിയ ഭരണം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ